മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. ഇന്ന് 73-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. പേജ് നമ്പർ 451 മുതൽ 457 വരെ. കരുതുനിമിഷം പ്രത്യേകം പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ഈശോയെ, നിൻ്റെ അനന്തമായ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നിൻ്റെ സ്നേഹം സമൃദ്ധമായി ഞങ്ങൾ ചൊരിയണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠന പരമ്പര മുന്നോട്ട് പോകുമ്പോൾ അതിനാവശ്യമായ എല്ലാ സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുതൽ തീക്ഷ്ണതയോടെ പഠിക്കുവാനും തീക്ഷ്ണതയോടെ ഈ ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മറിയൂസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പേജ് നമ്പർ 451 മുതൽ 457 വരെ, പാദം 73. ലിസ്ബണിലെത്തിയ മലങ്കരയുടെ പ്രതിനിധികൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് വിദേശികളായ മിഷണറിമാരുടെ, പ്രത്യേകിച്ച് കൊച്ചി മെത്രാൻ്റെയും കുൽസിത നീക്കങ്ങളായിരുന്നു. ദേശീയ മെത്രാനായ മാർ ഔസേപ്പ് കരിയാറ്റിയുടെ നിയമനത്തെ അട്ടിമറിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങളും പ്രതികൂല സാഹചര്യങ്ങളെ പ്രാർത്ഥന കൊണ്ടും നയതന്ത്രം കൊണ്ടും പ്രതിനിധികൾ എങ്ങനെ മറികടന്നു എന്നതുമാണ് വർത്തമാന പുസ്തകത്തിലെ ഈ പാദത്തിൽ നമ്മൾ കാണുക. സാധാരണ ക്ലാസ് ക്രമീകരിക്കുന്നത് പോലെ തന്നെ 5 ആശയങ്ങളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആശയം ഇതാണ്: മിഷണറിമാരുടെ കുപ്രചരണങ്ങളും പ്രതിനിധികളുടെ സംശയവും. കൊച്ചി മെത്രാനും മലങ്കരയിലെ മിഷണറിമാരും ലിസ്ബണിലേക്ക് അയച്ച കത്തുകൾ പ്രതിനിധികൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ദേശീയ മെത്രാൻ്റെ നിയമനത്തിൽ പോർച്ചുഗൽ രാജ്ഞിക്ക് ഖേദമുണ്ടെന്നും അതിനാൽ മാർ കരിയാറ്റിയെ ഇന്ത്യയിലേക്ക് അയക്കാതെ ലിസ്ബണിൽ തന്നെ തടഞ്ഞു വയ്ക്കുമെന്നും പാതിരിമാർ പ്രചരിപ്പിച്ചു. ഇന്ത്യൻ സർവാധികാരിക്കാരനായ മർത്തീഞ്ഞു ദെമൽ പ്രഭുവ് എന്നിവരുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം ഈ ശ്രുതികൾ സത്യമാണോ എന്ന് സംശയിക്കാൻ കത്തനാരെയും മെത്രാപ്പൊലീത്തായെയും പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തെ ആശയം ഇതാണ്: മർത്തീഞ്ഞു ദെമലിൻ്റെ കൗശലപൂർണമായ സമീപനം. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനു ശേഷം സർവാധികാരിക്കാരൻ മെത്രാപ്പൊലീത്തായോട് മടക്കയാത്രയെക്കുറിച്ച് സംസാരിച്ചു. യാത്രയ്ക്കായി 8,000 രൂപ അത് രാജ്ഞിയുടെ കൽപ്പന പ്രകാരം അനുവദിച്ചതായും ഗോവയിലേക്ക് പോകുന്ന കപ്പൽ കണ്ടെത്തിയാൽ ഉടൻ യാത്ര തിരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ മാർത്തോമ മെത്രാൻ്റെ കാര്യത്തിൽ അദ്ദേഹം കൗശലപൂർവ്വം ഒഴിഞ്ഞുമാറി. അത് റോമിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് കൈകഴുകിയെങ്കിലും മലങ്കരയിലെ സ്ഥിതിഗതികൾ രേഖാമൂലം സമർപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു പഠനത്തിനാണെന്ന് പ്രതിനിധികൾ കരുതി. മൂന്നാമത്തെ ആശയം ഇതാണ്: കപ്പൽ യാത്രയ്ക്കായുള്ള അന്വേഷണങ്ങൾ. ഇന്ത്യയിലേക്ക് തിരിക്കാനായ മെത്രാപ്പൊലീത്തായുടെ നേതൃത്വത്തിൽ കപ്പലുകൾക്കായി അന്വേഷണം നടന്നു. യോക്കീം പെതുപോലെ അദ്ദേഹത്തിൻ്റെ കപ്പൽ ചെറുതായതുകൊണ്ടും ചരക്കുകൾ നിറഞ്ഞതുകൊണ്ടും യാത്ര സാധ്യമായിരുന്നില്ല. അതായത് കപ്പൽ അന്വേഷിച്ചപ്പോൾ ആദ്യം കണ്ടെത്തിയ ഒരു കപ്പൽ ഇതാണ്. ഒന്നാമത്തെ കപ്പൽ ചെറുതായതുകൊണ്ട് അവർ അടുത്ത കപ്പലിനെ സമീപിക്കുകയാണ്. അന്തോനീനോ പെരയിര മെഷ്കീത്ത എന്ന അദ്ദേഹത്തിൻ്റെ കപ്പലിൽ പോകാൻ ധാരണയായെങ്കിലും സർവാധികാരിക്കാരൻ അനുമതിക്കായി കാത്തിരിക്കേണ്ടി വന്നു. സെപ്റ്റംബർ മാസത്തിൽ യാത്ര തിരിക്കാമെന്ന പ്രത്യാശയും സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോയി. ഇങ്ങനെ കപ്പൽ യാത്രയ്ക്കുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടും 2 കപ്പലുകൾ കണ്ടെത്തിയിട്ടും അതിൻ്റെ യാത്ര നീണ്ടുപോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തെ കപ്പലിൽ യാത്ര ചെയ്യാൻ സാധ്യമായിരുന്നില്ല, ചെറുതായതുകൊണ്ട്. രണ്ടാമത്തെ കപ്പലിൽ സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോവുകയും ചെയ്യുകയാണ്. നാലാമത്തെ ആശയം ഇതാണ്: കാനോനിസ്ത മാനുവൽ യോവാക്കിമിൻ്റെ ഇടപെടൽ. പ്രതിസന്ധി ഘട്ടത്തിൽ മെത്രാപ്പൊലീത്തയെ സഹായിക്കാനായി മാനുവൽ യോവാക്കീം എന്ന ദൈവഭയമുള്ള വൈദികൻ രംഗത്തെത്തി.
രാജകൊട്ടാരത്തിൽ വെച്ച് മെത്രാപ്പൊലീത്തായെ കണ്ടുമുട്ടിയ അദ്ദേഹം വിവരങ്ങൾ തിരക്കുകയും സഹായിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. മർത്തീഞ്ഞു ദമലിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കാര്യങ്ങൾ പഠിക്കാൻ ചുമതലപ്പെട്ടു. അദ്ദേഹം രഹസ്യമായി ആശ്രമത്തിൽ വന്ന് മെത്രാപ്പൊലീത്തായുടെ നിയമന ഉത്തരവും പരിശോധിക്കുകയും രേഖകൾ പഠിച്ച ശേഷം സത്യവും ന്യായവും നസ്രാണികളെ പക്ഷത്താണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ആശയം ഇതാണ്: വിദേശ ഭരണകൂടത്തിൻ്റെ ഗൂഢമായ സംശയങ്ങൾ. നസ്രാണികൾക്ക് സ്വതന്ത്രമായ അധികാരം ലഭിക്കുന്നതിനെ വിദേശികൾ ഭയപ്പെട്ടിരുന്നു. മനുവേൽ യോവാക്യം വഴി പുറത്തു വന്ന സർവാധികാരൻ്റെ സംശയങ്ങൾ ഇവയായിരുന്നു: 1. ദേശീയ മെത്രാൻ വന്നാൽ ഇറ്റിരിക്കാരും പറങ്കികളുമായ മിഷണറിമാർക്ക് മലങ്കര വിട്ടുപോകേണ്ടി വരുമോ? 2. മലങ്കരക്കാർ സ്വന്തമായ മെത്രാനെ വാഴിക്കുകയും അങ്ങനെ വിദേശ രാജാക്കന്മാരുടെ അടിമത്തിൽ നിന്നും മോചിതരാവുകയും ചെയ്യുമോ? സ്വന്തം ജാതിയുടെ നേട്ടം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന വിദേശികൾക്ക് നസ്രാണികളുടെ ന്യായം അവരുടെ മുമ്പിൽ വില പോയില്ല. ഒടുവിൽ മാർത്തോമ മെത്രാൻ്റെ കാര്യം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തങ്ങൾക്ക് ലഭിച്ച മേൽപ്പെട്ട സ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ അവർ തീരുമാനിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ലിസ്ബണിൽ പ്രതിനിധികൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കത്തുകൾ അയച്ചത് ആരൊക്കെയാണ്? കൊച്ചി മെത്രാനും മലങ്കരയിലെ പ്രേക്ഷിത വേല ചെയ്യുന്ന മിഷണറിമാരും. മെത്രാപ്പൊലീത്തായെ ലിസ്ബണിൽ തന്നെ തടഞ്ഞു വയ്ക്കാൻ തീരുമാനിച്ചതായി വാർത്ത പരത്തിയത് ആര്? വിദേശ പാതിരിമാർ. ഇന്ത്യൻ സർവാധികാരിക്കാരനായ മാർത്തീഞ്ഞു ദമലിനെ കാണാൻ മെത്രാപ്പൊലീത്ത പതിവായി എവിടെ പോയിരുന്നു? മർത്തീഞ്ഞു ദമലിൻ്റെ ഭവനത്തിൽ. വഴിച്ചെലവിനായി രാജ്ഞി എത്ര രൂപയാണ് അനുവദിച്ചത്? 8,000 രൂപ. മാർത്തോമ മെത്രാൻ്റെ സഭാപ്രവേശനത്തെക്കുറിച്ച് സർവാധികാരിക്കാരൻ പറഞ്ഞ മറുപടി എന്ത്? അത് റോമിനെ ബാധിക്കുന്ന കാര്യമാണെന്ന്. മെത്രാപ്പൊലീത്ത ആദ്യം അന്വേഷിച്ചു എന്ന കപ്പൽ ഉടമയുടെ പേരെന്ത്? യോക്കീം പെതുപോലെ. ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായ അന്തോനീനോ പെരയിര മെഷ്കീത്ത എന്ന കപ്പൽക്കാരൻ മുന്നോട്ട് വച്ച നിബന്ധന എന്തായിരുന്നു? മർത്തീഞ്ഞു ദമൽ അനുവാദം നൽകണമെന്ന്. മെത്രാപ്പൊലീത്തായെ രാജകൊട്ടാരത്തിൽ വെച്ച് കണ്ടുമുട്ടിയ കാനോനിസ്ത വൈദികനാര്? മനുവേൽ യോവാക്യം. മനുവേൽ യോവാക്യമിനെ കാണാൻ മെത്രാപ്പൊലീത്തായെ അയച്ചത് എന്തിനായിരുന്നു? സഭാകാര്യങ്ങൾ പഠിച്ച് ന്യായമായ നിർദ്ദേശങ്ങൾ നൽകാൻ. മർത്തീഞ്ഞു ദമലിന് മലങ്കര നസ്രാണികളോടുണ്ടായിരുന്ന പ്രധാന സംശയം എന്തായിരുന്നു? മലങ്കരക്കാർ അന്യരാജാക്കന്മാരുടെ അടിമത്തിൽ നിന്ന് മോചിതരാകുമോ എന്ന്. മെത്രാപ്പൊലീത്തായുടെ നിയമന രേഖകൾ പരിശോധിച്ച മനുവേൽ യോവാക്യമിൻ്റെ നിഗമനം എന്തായിരുന്നു? സത്യവും ന്യായവും നസ്രാണികളുടെ പക്കലാണെന്ന്. വിദേശിക നസ്രാണികളെ സഹായിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? തങ്ങളുടെ ജാതിക്കും ജനങ്ങൾക്കും നേട്ടങ്ങൾ വരുത്തുവാനുള്ള ആഗ്രഹം മനുഷ്യ സഹജമായതുകൊണ്ട്.